നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, KSEB മസ്ദൂർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 21/2026 കാറ്റഗറി നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയമാണ്. അപ്പൊ ഏത് സിലബസ് വെച്ചാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഞാൻ ഏത് എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് ഏതാണ് എന്ന് പരിശോധിക്കാനായിട്ട് പോവാണ്. ഇതുവരെയായിട്ടും PSC ഒഫീഷ്യൽ ആയിട്ട് 21/2026 കാറ്റഗറി നമ്പറിലുള്ള ഒരു സിലബസ് വന്നിട്ടില്ല. അതിന് ഇനി മന്ത്ലി കലണ്ടർ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് നിലവിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇതേ ക്വാളിഫിക്കേഷൻ തന്നെ KSEB മസ്ദൂറിന് പറഞ്ഞിട്ടുള്ള അതേ ക്വാളിഫിക്കേഷൻ തന്നെയുള്ള ഒരു സിലബസ് വെച്ചുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒഫീഷ്യൽ സിലബസിന് അതിൽ വലിയ വ്യത്യാസങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം മക്കൾ, ഇതൊരു ടെക്നിക്കൽ എക്സാം ആവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമുക്കറിയാം, ഇതിന്റെ നേരത്തെ, അതായത് 15 വർഷം മുമ്പ് വന്ന നോട്ടിഫിക്കേഷനിൽ 10ാം ക്ലാസ് തോറ്റ 4ാം ക്ലാസ് ജയിച്ച ആളുകൾക്കായിരുന്നു എക്സാം അപ്ലൈ ചെയ്യാൻ കഴിയുക. അതായത് 4ാം ക്ലാസ് മാത്രം മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള 10ാം ക്ലാസ് തോറ്റ ആളുകൾക്കായിരുന്നു എക്സാം എഴുതാൻ കഴിയുക. പക്ഷെ ഇപ്പോഴാണെങ്കിൽ 10ാം ക്ലാസ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അത് മാത്രവുമല്ല, 10ാം ക്ലാസ്സിനോടൊപ്പം തന്നെ ITI സിലബസ് വരുന്ന, അതായത് NCVT അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കേഷൻ വരുന്ന 2 വർഷത്തെ കോഴ്സ് കൂടി പഠിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. അത് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതൊരു ടെക്നിക്കൽ എക്സാമിനേഷൻ ആവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിൽ വരുന്ന സിലബസ് തന്നെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള 464/2025, 465/2025 കാറ്റഗറി നമ്പർക്ക് വന്നിട്ടുള്ള ഒരു സിലബസ് ആണ് പരിചയപ്പെടുത്തുന്നത്. നോക്കിയ മക്കളെ, ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഇലക്ട്രീഷ്യൻ, യൂണിവേഴ്സിറ്റീസ് ഓർ ഇലക്ട്രിക്കൽ ഹെൽപ്പർ, ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് PWD ലൈൻമാന്റെയും എന്ത് തന്നെയാണ് സിലബസ് ഇത് തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഓറിയന്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഈ സിലബസിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ഇതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. പഠിച്ചു തുടങ്ങാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ടത് ഈ ഒരു സിലബസ് ആണ്. പക്ഷേ ഈ സിലബസിനകത്തിൽ 100 മാർക്കിന്റെ പരീക്ഷയാണ് ഉണ്ടാവുക. 1.5 മണിക്കൂറിന് 100 മാർക്കിന്റെ പരീക്ഷയാണ്. 10 മൊഡ്യൂളുകളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ തിരിച്ചിട്ടുള്ളത്. 10 മൊഡ്യൂളുകളിലായിട്ടാണ്. ഇതിലെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതമാണ്. അങ്ങനെയാണ് 100 മാർക്കിന്റെ മൊഡ്യൂൾസ് ക്രമീകരിച്ചിരിക്കുക. ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ, ഒന്നാമത്തെ മൊഡ്യൂളിൽ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലെക്സ്, സോൾഡറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെക്നിക്കുകൾ, ദെൻ പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്പ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്, ഇത്രയും ടോപ്പിക്കുകളാണ് ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരിക. 10 മാർക്കിന്റെ ടോപ്പിക്കാണ്. ദെൻ മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോഴോ അവിടെയും 10 മാർക്ക് തന്നെയാണ്. ഓംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് വരിക. പ്രധാനമായിട്ടും ഓംസ് ലോ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ എഫക്ട്സ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ, അല്ലെ, ടെമ്പറേച്ചർ റെസിസ്റ്റൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വേരിയേഷൻസ്, ദെൻ കെമിക്കൽ ഇഫക്ട്സ് ഓൺ ഇലക്ട്രിക് കറണ്ട്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്, ദെൻ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സെല്ല്, ബഗ്ലിങ്, സെഡിമെന്റേഷൻ, ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും മൊഡ്യൂൾ 2ൽ വരിക. ദെൻ മൊഡ്യൂൾ 3ലേക്ക് വരുമ്പോഴോ അവിടെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് വരിക. മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന്റെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട MMF, ഫ്ലക്സ് ഡെൻസിറ്റി പോലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മൊഡ്യൂൾ 3ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോഴോ അവിടെ AC കറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആൾട്ടർനേറ്റിംഗ് കറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എർത്തിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അതിനും 10 മാർക്കാണ് പ്രപ്പോർഷൻ ഇട്ടിരിക്കുന്നത് മൊഡ്യൂൾ 4. ദെൻ മൊഡ്യൂൾ 5 നോക്കിയാൽ DC മെക്കാനിസവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. 10 മാർക്കിന് മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 എന്ന് പറയുക. ദെൻ മൊഡ്യൂൾ 6ലേക്ക് വരുമ്പോൾ AC മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് 3 ഫേസ് മോട്ടോറുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതിനുശേഷം മൊഡ്യൂൾ 7ലേക്ക് വരുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, ട്രാൻസ്ഫോമേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. അവിടെ ആഴത്തിലേക്ക് ഇറങ്ങി പോവേണ്ടതായിട്ടുണ്ട്. ദെൻ മൊഡ്യൂൾ 8 നോക്കിയാൽ ഇല്യൂമിനേഷൻ, അതേപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. ദെൻ 9ലേക്ക് വരുമ്പോൾ പവർ ജനറേഷൻ ആൻഡ് 10ലേക്ക് വരുമ്പോൾ ട്രാൻസ്മിഷൻ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചു പോവേണ്ടത്. ഈ ഒരു സിലബസിനെ ഓറിയന്റ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. കൂടുതലായിട്ടും ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെ, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ് മെയിൻ ആയിട്ട് വരിക. നമ്മുടെ ജനറൽ PSCക്ക് വരുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആയിരിക്കില്ല. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും KSEB മസ്ദൂർ നോട്ടിഫിക്കേഷനിൽ വരാൻ പോകുന്നത്. അപ്പൊ
നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്, ആരെങ്കിലും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സിലബസ് ഏത് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന സിലബസ് ആണ്. 10 മൊഡ്യൂളുകളുണ്ട്. 10 മൊഡ്യൂളുകളിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആകെ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ. പരീക്ഷാ സമയം 1.5 മണിക്കൂർ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ മക്കളെ, ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, പഠിച്ചു തുടങ്ങുക, വളരെ നന്നായി പഠിച്ചു തുടങ്ങുക. കാരണം 985 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലാണ് ഇപ്പോൾ എന്ത് വന്നിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ 2000-ഓളം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 4000-ലധികം നിയമനങ്ങളാണ് നടന്നത്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് 2000-ഓളം നിയമനങ്ങൾ നടക്കാനുള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ തീർച്ചയായും വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമുക്ക് സമയം കളയാനായിട്ടില്ല. പ്രോപ്പർ ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു പോകാനായിട്ടുള്ള ബാച്ച്, KSEB മസ്തൂർ ബാച്ച്, നമ്മൾ മെയ് മാസം 20-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയ് മാസം 20-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സീറ്റ് വളരെ വേഗത്തിൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മക്കളെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ നമ്പറിലേക്ക് 8281-223366 എന്നോട് പറയാം മക്കളെ. 8281-223366 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇനി അതല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. കൃത്യമായിട്ട് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് കൃത്യമായൊരു ഡയറക്ഷൻ കാണിച്ചു തരും. ഇത് വളരെ വിലപ്പെട്ട സമയമാണ്. ഓരോ മിനിറ്റും മക്കളെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ലൈഫിന് വേണ്ടി, നല്ലൊരു ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അത് മനോഹരമായി നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടവരെല്ലാം ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.